ഹായ് എവ്രി വൺ. ഇന്നൊരു സാറ്റർഡേ ഈവനിങ് ആയിട്ട് കാനഡയിലെ മെയിൻ സ്ഥലമായിട്ടുള്ള നയാഗ്ര ഫോൾസ് കാണാൻ വന്നിരിക്കുകയാണ്. അത്യാവശ്യം വെയിലുണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും നല്ല തണുപ്പാണ്. ബുധനാഴ്ച ഒരു കാര്യമില്ലാതെ 20 ഡിഗ്രി ഒക്കെ ആയിരുന്നു. എന്നിട്ട് വീക്കെൻഡ് ആയപ്പോൾ -5 ഒക്കെ ആയിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് ഞാൻ നയാഗ്ര ഫോൾസ് കാണാൻ വരുന്നത്. പിന്നെയും കണ്ടിട്ടും അങ്ങനെ മടുക്കുന്നൊന്നുമില്ല. ഈ സുരലോക ജലധാര ഒഴുകി വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത് ഇങ്ങോട്ടല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ തണുപ്പിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല തണുപ്പാണ് ഇവിടെ. കയ്യും കാലും ഒക്കെ മറിച്ചു. ഇന്നത്തെ തണുപ്പ് കുറവുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് -20 ജാക്കറ്റ് ഇടാണ്ട് ഞാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ വ്യൂ അമേരിക്കൻ ഫോൾസിൻ്റെ ആണ്. നമ്മുടെ കനേഡിയൻ സൈഡിലേക്ക് പോകണമെങ്കിൽ കുറേയും കൂടെ നടക്കാനുണ്ട്. കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് അത്രയും ദൂരം നടക്കാനുള്ള ത്രാണിയില്ല. നിങ്ങൾക്കറിയായിരിക്കും, ഈ 3 ഫോൾസ് കൂടിയിട്ടാണ് നയാഗ്ര ഫോൾസ് 10,000 വർഷങ്ങൾക്ക് മുന്നേ ഫോം ചെയ്തത്. അതിൽ ഏറ്റവും വലുത് നമ്മുടെ കനേഡിയൻ സൈഡാണ്. സമ്മറിൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. ഈ ക്രൂസസ് ഉണ്ടാവും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ്. സമ്മറിൽ അത് ഓപ്പൺ ആവും. സമ്മറിൽ ഒരുപാട് കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ അത്രയും ദൂരം നടക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ മോളിലേക്കുള്ള സ്ട്രീറ്റിലേക്ക് പോവാണ്. അവിടെ ഒരുപാട് ഇൻഡോർ ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ് ചെയ്യാൻ. ഫൈനലി അകത്ത് കയറിയപ്പോൾ ചെവിയൊക്കെ വേദന എടുത്തിട്ട് വയ്യായിരുന്നു. ഇങ്ങനൊരു ഗെയിം സോണിലേക്കാണ് നമ്മൾ വന്നത്. ഇവിടെ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് വെറൈറ്റി ഓഫ് ഗെയിംസ് ഉണ്ട്. ഭയങ്കര ഫണ്ണാണ് ഇവിടെ. ഗെയിംസ് ഒക്കെ കളിക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്? ക്രെഡിറ്റ് പോയിൻറ്റ്സ് നമുക്ക് കിട്ടുക ഈ കാർഡിൽ നിന്നാണ്. ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ എടുത്ത കാർഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കതൊന്ന് റീചാർജ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അത് ടാപ്പ് ചെയ്യുക, എമൗണ്ട് സെലക്ട് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് $10 അതിൽ നമുക്കൊരു 45 ക്രെഡിറ്റ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഈ ഗെയിംസൊക്കെ കളിക്കാം. അപ്പോൾ ന്യൂ കാർഡാണ് എടുക്കുന്നെങ്കിൽ ഒരു $2 എക്സ്ട്രാ ഫീ ഉണ്ടാവും. ഇതിൽ ഞങ്ങൾ ആ $2 ലാഭിച്ചു. അതിൻ്റെ റെസീപ്റ്റൊക്കെ വന്നു. നമ്മുടെ കാർഡ് റീഫില്ലായി. ഇനി നിങ്ങൾ പുതിയ ആളാണെങ്കിൽ ജസ്റ്റ് ആ സ്ക്രീനിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് പർച്ചേസ് ന്യൂ കാർഡ് വരും. അതിൽ നിന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഗെയിംസ് കളിക്കാൻ പോവാം. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇത് ടാപ്പ് ചെയ്യുക. എത്ര ക്രെഡിറ്റാന്ന് നോക്കുക. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ടാപ്പ് ചെയ്യുക. ഇത് ഇവരുടെ ഫേവറേറ്റ് ഗെയിമാണ് കേട്ടോ. ഇതിനെ എറിഞ്ഞ് വീഴ്ത്തുക. ഈ എറിഞ്ഞ് വീഴ്ത്തുന്ന അനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊരു ടൈം ലിമിറ്റ് ഉണ്ട്. അതിൽ വേണം ഫിനിഷ് ചെയ്യാൻ. ഇത് നമ്മൾ എറിഞ്ഞ് വീഴ്ച്ചാലും പിന്നെയും വരും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഭയങ്കര വാശി വരുന്നൊരു ഗെയിമാണ്. ഇവർക്ക് അങ്ങനെ വാശി വന്ന് എപ്പോഴും റീഫിൽ ചെയ്ത് പിന്നെയും കളിക്കാറുമുണ്ട്. അങ്ങനെ ഫൈനലി കളിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത് 160 എന്ന് പറയുന്ന സ്കോറാണ്. അതനുസരിച്ച് നമുക്ക് 10 ടിക്കറ്റ്സ് ആണ് റിവാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് പല ഗെയിമിലും പലതായിരിക്കും. ഇതും വല്ലാത്ത രസമുള്ളൊരു ഗെയിമായിരുന്നു. ഇതിനൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് താത്തി വിടുക. പൊങ്ങി വരുന്നതനുസരിച്ച് അടിച്ച് താത്തുക. ഇതിന് നമുക്ക് കിട്ടിയ സ്കോറ് 360 ആൻഡ് ടിക്കറ്റ്സ് കിട്ടിയത് 19. ഈ ടിക്കറ്റ്സ് എങ്ങനെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം ലാസ്റ്റ് നമുക്ക് ഈ ഗിഫ്റ്റുകൾ പോയി മേടിക്കാൻ. എത്ര ടിക്കറ്റ്സ് കിട്ടുന്നോ അതനുസരിച്ചുള്ള സാധനം നമുക്ക് അവിടെ പോയിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലേ? നമ്മുടെ സ്വന്തം ടെമ്പിൾ റൺ. അങ്ങനെ നമുക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വെറൈറ്റി ഓഫ് ഗെയിംസ് ആണുള്ളത്. ഇത് നമ്മുടെ ശക്തി പരീക്ഷിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. ഒത്തിരി ശക്തി ഉണ്ടാവാനും പാടില്ല, ശക്തി കുറയാനും പാടില്ല. ഒരു മീഡിയത്തിൽ നിൽക്കണം. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. 100 അടിക്കാനായിരുന്നു നമ്മുടെ ലക്ഷ്യമെങ്കിലും അത് കറങ്ങി തിരിഞ്ഞ് 20 വന്ന് നിന്നു. എന്ത് ചെയ്യുക? ഇനി കൂടുതൽ അഡ്വഞ്ചർ വേണമെങ്കിൽ ഇത് കാർ റേസിംഗ് ഉണ്ട്, അപ്പുറത്ത് ബൈക്ക് റേസിംഗ് ഉണ്ട്. ഇങ്ങനെ കുപ്പികൾ വെടിവെച്ച് വീഴ്ത്തി നമ്മുടെ വീരശൂര പരാക്രമണം നമുക്ക് കാണിക്കാം. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് 22 ടിക്കറ്റ്സ് കിട്ടി. ഞങ്ങൾ ഹയസ്റ്റ് ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെ ടോട്ടൽ ഒരു 175 ടിക്കറ്റ്സ് ഞങ്ങൾ ഒപ്പിച്ച് അവിടെ പോയിട്ട് ഇതേ ഒരു 5 കാറ് ഒന്നും നോക്കിയില്ല, 5 കാർ അങ്ങോട്ട് വാങ്ങിച്ച് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ചു. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അടുത്ത സ്ഥലം അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഈ ഒരു ബൗളിംഗ് ഏരിയ ആണ്. ഇവിടേക്ക് പോകാനുള്ള ഒരു റേറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറത്തേക്ക് $50 ആണ്. അതിൻ്റെ കൂടെ ഒരാൾക്ക് ഷൂ റെൻ്റലും അത് മാൻഡേറ്ററി ആണ്. അത് $4. അങ്ങനെ ഞങ്ങൾ 4 പേർക്ക് ടോട്ടൽ 74 ആയത്. ഇതാണ് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു 6 പേർക്കാണ് ഈ ഒരു റേറ്റ് വരുന്നത്. നമുക്ക് ഓരോ ടീമിനും ഓരോ ലെയിൻ തരും. ഞങ്ങളുടെ ലെയിൻ 4 ആയിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ഷൂ ഒക്കെ ഇട്ട് എന്തായാലും റെഡിയായി. അവിടുത്തെ ആ ഒരു സ്ക്രീനിലും നമ്മുടെ പേരും നമ്മുടെ സ്കോറും ഒക്കെ ഡിസ്പ്ലേ ചെയ്യും. എല്ലാവരും കാണും. ഓരോരുത്തർക്കും 2 പ്രാവശ്യമാണ് എറിയാൻ പറ്റുന്നത്. ഒറ്റ തവണ തന്നെ എല്ലാം വീഴ്ചാൽ നമുക്ക് 10 പോയിൻറ്റ്സ് കിട്ടും. അല്ലെങ്കിൽ എത്ര എണ്ണം വീഴുന്നോ അതനുസരിച്ചായിരിക്കും പോയിൻറ്റ്സ്. ഇങ്ങനെ ആരാ കളിക്കണ്ടേന്നുള്ളത് അവിടെ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ഈ ഒരു സാധനത്തിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അടുത്ത് എന്തായാലും ഞാനാണ്. അപ്പുറത്തൊക്കെ നോക്കി പഠിച്ചാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എറിഞ്ഞപ്പോൾ ബോളിൻ്റെ വഴിക്ക് പോയി.
ഇവിടെ നമ്മളിരിക്കുന്ന സ്ഥലത്തും ഇങ്ങനെ എഴുതി കാണിക്കും. എന്തായാലും സമ്മാനമായിട്ട് കിട്ടിയത് ദേ ഈ നഖം പോയതാണ്. ഓണസ്റ്റ്ലി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ കളി അത്ര വലിയ രസമൊന്നുമില്ല. നമ്മൾ എറിഞ്ഞ ആ ബോളിൽ കൊണ്ടാലല്ലേ രസമുള്ളൂ. അതിങ്ങനെ സൈഡത്തെ വഴി കൂടെ പോയി നമുക്ക് സ്കോർ കിട്ടാണ്ടിരിക്കുമ്പോൾ ഒരു രസവും നമുക്ക് തോന്നൂല. ഞാൻ കുറച്ച് തവണ സക്സസ്ഫുൾ ആയത് വീട്ടിലെങ്കിലും സ്കോർ ബോർഡിൽ എൻ്റെ സ്ഥാനം ഏറ്റവും അവസാനമായിരുന്നു. അങ്ങനെ ഒരു 2-3 hours അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടുത്തെ ഈ ഒരു സ്ട്രീറ്റ് നൈറ്റിൽ കാണാനാണ് കുറച്ച് കൂടുതൽ ഭംഗിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ലൈറ്റ്സ് ഒക്കെ വരുമല്ലോ. ഇതിന് ചുറ്റും കാണുന്നതൊക്കെ ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസ് ആട്ടോ. നമുക്ക് ഏതാണോ പ്രിഫറൻസ് അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ആ ഒരു സ്കൈ വീൽ ഡ്രൈവ് നമുക്ക് ഒരു നയാഗ്ര ഫാൾസിൻ്റെ ഒരു പ്രത്യേക വ്യൂ തരും. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈ തവണ ചെയ്യാത്തത്. ഭയങ്കര തണുപ്പായതുകൊണ്ട് ഒത്തിരി നേരം പുറത്തൂടെ നടന്നേ ഇല്ല. കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ ചെവിടുള്ളിലൊക്കെ ഭയങ്കര വേദനയായിട്ട് വയ്യാണ്ടായി. അതാണ് പെട്ടെന്ന് അകത്ത് കയറിയിട്ട് പിന്നെ ഗെയിംസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ സമയം കളയാൻ വേറെ ഒന്നും വേണ്ട, ഒട്ടും ബോറടിക്കില്ല. അടിപൊളിയായിട്ട് ഗെയിംസൊക്കെ കളിച്ചിട്ടിരിക്കാം. ഇത്രയും പ്രാവശ്യം വന്നിട്ടും ഞാൻ ഈ ഒരു ഹൗസിൽ കയറിയിട്ടില്ല. ഇങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വെതർ കാരണം ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോവാണ്. തിരിച്ചു വന്ന വഴിക്ക് ബർലിംഗ്ടൺ ചക്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു റോസ്റ്റഡ് ബാർബിക്യൂ ചിക്കൻ ബ്രെസ്റ്റ് കോംബോ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഈ ഡേ അങ്ങോട്ട് അവസാനിപ്പിച്ചു. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.